ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെടികളുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെടികളുണ്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എൻ്റെ ഇതുപോലത്തെ ചെമ്പരത്തിൻ്റെ ചെടി ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളപ്പൂവിൻ്റെ ഒരു ചെടിയുണ്ട്. അപ്പോൾ ഇത് പൂക്കളുണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ വള്ളിച്ചെടി ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു മറ്റൊരു ചെടിയായിട്ട് ബുഷി എന്ന് പറയും ചെടിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇത് ബുഷി എന്ന് പറഞ്ഞൊരു ചെടിയാട്ടോ. അപ്പം അതുണ്ട്. പിന്നെ അതുപോലത്തെ ഉള്ളൊരു ചെടിയാണ് ഇവിടെ. അപ്പുറത്തുള്ള അതേപോലെ തന്നെ ചെടി വള്ളിച്ചെടി ഇവിടെയും ഉണ്ട്. അത് അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബുഷ്. അതുപോലെ തന്നെ ഇവിടെ റോസാപ്പൂവിൻ്റെ ചെടിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മല്ലിച്ചപ്പ് കുഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത് നമ്മളെ പീടികയിൽ നിന്ന് മല്ലിച്ചപ്പ്, മറ്റേ നാടൻ മല്ലിച്ചപ്പ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇത് ചെമ്പരത്തിൻ്റെ ചെടിയും കുഴിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മുല്ലേൻ്റെ ഇവിടെയും മുല്ലുണ്ട് കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ ഇതും ചാമ്പക്കേൻ്റെ ചെടിയാണ് കേട്ടോ. ഇവിടെ മൈലാഞ്ചി കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൾബറീൻ്റെ ചെടി കുഴിച്ചിട്ടുണ്ട്. അത് ഇത്രയും എളുപ്പത്തിൽ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഇവിടെ കാന്താരിയില്ല, അതിൻ്റെ ചെടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോസപ്പൂ ചെടിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജമന്തിൻ്റെ ചെടിയുണ്ട് കേട്ടോ. പിന്നെയുള്ള പനിക്കൂർക്കയുണ്ട് ഇവിടെ. പിന്നെ തുളസിയുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ചീര പറഞ്ഞ ചെടിയുണ്ട്, അതുണ്ട്. അവിടെ ഇതുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ അവിടെയും ഉണ്ട് പനിക്കൂർക്കൻ്റെ തൈ. പിന്നെ ഇവിടെ കർമൂസയില്ലേ ചെടി. പിന്നെ ചെമ്പരത്തിൻ്റെ ചെടിയുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ചീര. നമുക്ക് അപ്പുറത്തെ സൈഡിൽ അവിടെ എന്തെല്ലാം ചെടികളുടെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ വാഴയുണ്ട് കേട്ടോ. ചെറിയ വാഴ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ കറിവേപ്പിലയുണ്ട് ചെയ്യാട്ടോ. പിന്നെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇവിടെ ഇതൊരു ഏതൊരു ചീര കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഒരു വട്ടച്ചീര എന്നാണ് ഇവിടെ പറയുക. അതുപോലെ ഇവിടെയുണ്ട് കേട്ടോ ഇംഗ്ലീഷ് ചീര. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കർമൂസേൻ്റെ ചെടിയുണ്ട് കേട്ടോ. ഇവിടെ കർമൂസേൻ്റെ ചെടിയുണ്ട്. പിന്നെ ഇവിടെയുണ്ട് കറിവേപ്പില. പിന്നെ അതേ ചീരനെ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കറിവേപ്പിൻ്റെ ചെടിയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലിയ മരമില്ലേ, അത് നമ്മളെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ മരം കേട്ടോ.